എല്ലായിടത്തും വിദ്യാഭ്യാസ ബന്ദ് അടക്കമുള്ളവ കൊല്ലം ജില്ലയിലുണ്ടായി. ഇങ്ങനെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ടായി. ഇതിപ്പോ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും സ്വാഭാവികമായും പ്രതിപക്ഷത്തും ഓപ്പോസിറ്റ് രാഷ്ട്രീയ ചേരിയിൽ ഇരിക്കുന്നവരും ഒക്കെ പ്രതിഷേധിക്കും. പക്ഷേ ആ പ്രതിഷേധങ്ങൾക്കുണ്ടാകുന്ന ആയുസ് പോരാ. ഈ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് എങ്കിൽ അത് പരിഹരിക്കാം. മാധു, ഇവിടെ സിസ്റ്റത്തിന്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഞാനിപ്പോ ഈ ചർച്ചയ്ക്ക് എന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ ഒരു വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലായിരുന്നു ഇരുന്നത്. അദ്ദേഹത്തിന്റെ ഭാവിയെ കരുതി, അദ്ദേഹത്തിന്റെ ജീവിതത്തെ കരുതി അദ്ദേഹത്തിന്റെ പേരൊന്നും പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ പോത്തങ്കോട് വൈദ്യുതിയുടെ ഓഫീസിനകത്ത് KCB ഓഫീസിൽ 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ആത്മഹത്യ ചെയ്തു. ഞാൻ ഈ സിസ്റ്റത്തിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്ത ആളൊരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു. അദ്ദേഹം ഒരു നോമ്പ് കാലത്താണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം അദ്ദേഹം വലിയ വിശ്വാസിയായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നോമ്പ് കാലം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വിശ്വാസത്തിന്റെ ഏറ്റവും പ്രാധാന്യത്തിലുള്ളൊരു സമയമാണ്. ആ സമയത്ത് അവർ ആത്മഹത്യ ചെയ്തു. കാരണം മുസ്ലിംസ് എന്ന് പറയുന്ന ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാലത്തും അവർക്ക് സ്വർഗം കിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. എന്നിട്ടും നോമ്പ് കാലത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിനകത്ത് എഴുതിയിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ലോഡ് താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഈ വർക്ക് ലോഡിന്റെ പ്രശ്നം വരുന്നത്? വർക്ക് ലോഡിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15,000 കൺസ്യൂമേഴ്സിനാണ് ഒരു KCB സെക്ഷൻ ഓഫീസ് അവർ വെച്ചിട്ടുള്ളത്, അസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ 35,000 കൺസ്യൂമേഴ്സ് ആണ് പോത്തങ്കോടുള്ള ഒരൊറ്റ KCB സെക്ഷൻ ഓഫീസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആൾക്കാർ അവിടെ കയറി തല്ലുന്ന സാഹചര്യം വരെ ഉണ്ടാകുന്നുണ്ട്. അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആ ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സിസ്റ്റം ഒരുപാട് പേരുടെ ജീവൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സ്കൂൾ അധികൃതരെ മാത്രം പഴി പറയുന്നത് കൊണ്ട് ഇത് പരിഹരിക്കപ്പെടുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. സ്കൂൾ അധികൃതർ തീർച്ചയായിട്ടും അതിനകത്ത് കുറ്റക്കാരാണ്. അവർ കുറച്ചുകൂടിയും ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ആ കാര്യത്തെ സമീപിക്കേണ്ടതായിരുന്നു. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തവർക്ക് അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്, എല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ ഏറിയ കൂറും ഈ പറയുന്ന പഴി ശരിക്കും ചെന്ന് വീഴേണ്ടത് KCBയുടെ തലയിലാണ്. കാരണം ഇവരെല്ലാവരും തന്നെ, സ്കൂൾ അധികൃതരാവട്ടെ മറ്റുള്ളവരാവട്ടെ, KCBയോട് പറഞ്ഞിരുന്നതാണ് ഈ ലൈൻ ഇങ്ങനെ പോവുകയാണെന്ന് മാറ്റേണ്ടതാണ് എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട്. എന്നാൽ അത് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന അവിടെ ചില ചേഞ്ചസ്, ഈ ഒരു ഷെഡ് കെട്ടിയിരുന്നു, അത് കുറച്ചൊന്ന് മുറിച്ച് മാറ്റി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് സ്കൂൾ അധികൃതർ ചെയ്തില്ല. അപ്പൊ ഒരു കൂട്ടുത്തരവാദിത്വമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. KCBയുടെ ഭാഗത്ത് കുഴപ്പമുണ്ട്, അതുപോലെ തന്നെ സ്കൂളിന്റെ ഭാഗത്ത് കുഴപ്പമുണ്ട്. ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും കൂടി ചേർന്നിട്ട് ഒരു പാവപ്പെട്ട കുട്ടിയുടെ ജീവൻ എടുത്തിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഇവിടം കൊണ്ടും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറും 2-3 ആഴ്ചകൾക്ക് മുമ്പാണ് നമ്മളൊരു സർക്കാർ ആശുപത്രിയിൽ ഒരു പാവപ്പെട്ട സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെടുന്ന വിഷയം ഉണ്ടായത്. നമ്മളെല്ലാവരും തെരുവുകളിൽ ഇറങ്ങുകയും നമ്മളെല്ലാവരും പോലീസിനോട് പൊരുതി നിൽക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അത് കഴിഞ്ഞ് 1 മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് അടുത്ത ഒരു ജീവനും പറയുന്ന അലംഭാവം കൊണ്ട് തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ സിസ്റ്റം പരിപൂർണമായിട്ട് തെറ്റാണ് എന്നൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിസ്റ്റങ്ങളിൽ ഒന്ന് റൺ ചെയ്യുന്ന ഒരു പരിധി വരെ കേരളം തന്നെയായിരിക്കും. രാഷ്ട്രീയത്തിനുപരിയായിട്ട് ഞാൻ പറയുന്നതാണ്. അത് ഇവിടുത്തെ ഇടതുപക്ഷമോ UDF അല്ലെങ്കിൽ പിണറായി വിജയൻ മഴുവെറിഞ്ഞ് സൃഷ്ടിച്ച സിസ്റ്റം ഒന്നും അല്ല. 1956 കേരള സംസ്ഥാനം രൂപീകൃതമാകുന്നത് മുതൽ ഏറ്റവും സിവിലൈസ്ഡ് ആയിട്ട് ജീവിക്കുന്ന ജനങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ഭംഗിയായി പൊക്കോണ്ടിരിക്കുന്ന സിസ്റ്റമാണ്. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ കൂടുതൽ ഡിസേർവ് ചെയ്യുന്നുണ്ട്. വി ഡിസേർവ് ബെറ്റർ എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്. കാരണം കേരളത്തിലുള്ള ജനങ്ങളുടെ ജീവിത രീതി അനുസരിച്ചിട്ട് അവർക്ക് കൂടുതൽ മികച്ചതായിട്ട് ചില കാര്യങ്ങളെ കൊണ്ടുപോകേണ്ടതായിട്ട് വരുന്നുണ്ട്. നമുക്കറിയാം 10-18,000 ഗ്രാമങ്ങൾ 2014 വരെ ഇരുട്ടിക്കിടന്നിരുന്നതായിരുന്നു ഇന്ത്യയിലെ പല ഉൾഗ്രാമങ്ങൾ എന്ന് പറയുന്നത്. അവിടെ ചില സാധനങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ പറയുന്ന എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് ഫോളോ ചെയ്തൊന്നും പോകാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പൊ കേരളത്തിൽ പോലും പട്ടപ്പാടി പോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് എല്ലാ പാരാമീറ്റേഴ്സും അവിടെ ഒരു സിസ്റ്റം, ഒരു സംവിധാനം ആദ്യം എത്തുക എന്നുള്ളതാണ് പ്രധാനം. അതിനുശേഷം മാത്രമാണല്ലോ അതിന്റെ പെർഫെക്ഷനിലേക്ക് പോകാൻ പറ്റുന്നത്. പക്ഷെ തലസ്ഥാന ജില്ലയോട് തൊട്ടടുത്ത് കിടക്കുന്ന കൊല്ലം പോലെയുള്ള ഒരു സ്ഥലത്ത്, ഇത്രയും പുരോഗമിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത്, അവിടെ ഒരു സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് ഇത്രയും അലംഭാവം കാണിക്കുന്നു, അവിടെ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്തതാണ്. കാരണം കുട്ടികളാണ്. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആവേശം വളരെ ഇതായിട്ട് നിൽക്കുന്ന പ്രായത്തിലുള്ള കുട്ടികളാണ് അവിടെ ഉള്ളത്. അവിടെ കയറരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറാൻ വേണ്ടിയിട്ട്, അവിടെ ഇറങ്ങരുത് എന്ന് പറയാൻ കഴിഞ്ഞാൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒക്കെ ആവേശം കാണിക്കുന്ന, അനുസരണക്കേട് കാണിക്കുവാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോ നമ്മുടെ ചിഞ്ചുറാണിയെ പോലെയുള്ള ആൾക്കാർ വളരെ ലാഘവത്തോടു കൂടി ഒരു കുട്ടി പറഞ്ഞാൽ കേൾക്കാതെ ജീവൻ നഷ്ടം, കുട്ടികളാണെന്നേ അവര് പറഞ്ഞാൽ കേൾക്കണമെന്നൊന്നുമില്ല, അവർക്ക് കളിയാണ് പ്രധാനം, അവർ കുറച്ച് ആവേശവും കുറച്ച് ബഹളവും ഒക്കെ കാണിക്കും. അപ്പോ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ ഇരിക്കുവാൻ വേണ്ടുന്ന തലത്തിൽ വേണം നമ്മുടെ സിസ്റ്റത്തിനെ അവിടെ ഡെവലപ്പ് ചെയ്തെടുക്കുവാൻ വേണ്ടിയിട്ട്. ഇത് ഇന്നോ നാളെയോ പറയുന്നത് കൊണ്ട് കഴിയുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല.
ഞാൻ നേരത്തെ പറഞ്ഞു വന്നൊരു കാര്യം വെച്ചാൽ KSEBയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്യോഗസ്ഥരുടെ ഷോർട്ടേജ് ഉണ്ട്. ഈ ഷോർട്ടേജ് പരിഹരിച്ചാൽ മാത്രമേ KSEB ഉദ്യോഗസ്ഥർക്ക് കൃത്യമായിട്ട് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ഇടപെടാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ആ സിസ്റ്റത്തിനെ ആരാണ് പോയി ക്ലിയർ ചെയ്യുക? എല്ലാത്തിനും നമ്മൾ രോഗത്തിന്റെ ലക്ഷണത്തിനെ മാത്രം ചികിത്സിക്കുന്നത് കൊണ്ടായില്ലല്ലോ. രോഗത്തിന്റെ കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? ആ രോഗത്തിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിയമനങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇവരുടെ സർവീസ് സംഘടനകളുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇരിക്കുന്ന സമയത്ത് അവരൊക്കെ പറയുന്നത് ആളില്ല, ജോലിഭാരമാണ്, സംവിധാനങ്ങളില്ല തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതൊക്കെ പരിഹരിക്കേണ്ടത് പ്രശ്നമാണ് എന്നുള്ളതാണ് ഈ പ്രശ്നം. ഇതൊക്കെ പരിഹരിക്കേണ്ടത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അതും സിസ്റ്റമാണ്. അങ്ങനെ ഉള്ളതോ ഇല്ലാത്തതോ അല്ലെങ്കിൽ ആരാണ് അതിന്റെ ഉത്തരവാദിത്വം എന്നറിയാത്ത ഒരു പ്രഹേളികയായ സിസ്റ്റം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം.